എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ചിലരുടെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ടാണ്, സുഹൃത്തുക്കളുടെ പേഴ്സണലി ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തിലേക്ക് വന്നത് എന്നുള്ളത്. നാച്ചുറോപ്പതി, യോഗ എന്നീ വിഷയങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞ് ആ കാര്യങ്ങൾ, എൻ്റെ പഴയ ലൈഫിൽ ഒരു സ്റ്റോറി പറഞ്ഞ് അതിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഞാൻ കുട്ടിക്കാലത്തെ തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭയമായിരുന്നു. അതേപോലെ മരുന്നുകളൊന്നും കുടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഒരു മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകളെല്ലാം എനിക്ക് വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ കഴിക്കുക. എനിക്കതിനോടൊന്നും ഒരു താല്പര്യം കുട്ടിക്കാലത്തേ ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന കാലഘട്ടത്തിലാണ് പൊതുവേ എനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന അസുഖം, ഞാനൊരു കഫപ്രകൃതമാണ്, കഫജന്യമായിട്ടുള്ള ഇഷ്യൂസാണ് എനിക്ക് കൂടുതലും കുഞ്ഞുനാളുകളിലൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ഓർമ്മയിലുള്ളത്. പലപ്പോഴും അതിന് വേണ്ടി മരുന്ന് ആശുപത്രിയിൽ നിന്ന് വാങ്ങുമെങ്കിലും ഞാനത് പൂർണ്ണമായിട്ടും കുടിക്കാറില്ല. കാരണം എനിക്കത് വലിയ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ 12ാമത്തെ വയസ്സിൽ എനിക്ക് ചെസ്റ്റിലൊരു കഫം കല്ലിപ്പ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണമെന്ന്. ഞാൻ വളരെ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും എൻ്റെ വയസ്സ് 12 എനിക്ക് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കാതെ നിവർത്തില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ ദിവസങ്ങൾ, ഒരാഴ്ച ഞാൻ അവിടെ അഡ്മിറ്റായി. ആ ദിവസങ്ങൾ എനിക്ക് ഇന്നും ഓർക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. കാരണം അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. എന്നെപ്പോലെ തന്നെയുള്ള പല കുട്ടികളും പല ആൾക്കാരും അപ്പുറപ്പുറയിലുണ്ട്. കാരണം 2 നേരം വന്നിട്ട് ഇഞ്ചക്ഷൻ വയ്ക്കും. ഓരോ ഇഞ്ചക്ഷൻ്റെ സമയം എടുക്കുമ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടെ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഒരു ആഴ്ച അവിടെ കഴിഞ്ഞു പോയത് സത്യത്തിൽ എനിക്കതൊരു വർഷം പോലെ ഫീൽ ചെയ്തു. ഒരാഴ്ച കടന്നു ഇതൊരു വർഷം പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ശരിക്കും അത് ഒരു അനുഭവം പിന്നെ എനിക്ക് ഓർക്കാൻ പോലും പ്രയാസമായിരുന്നു. ഏതെങ്കിലും സന്തോഷ നിമിഷങ്ങളിലൊക്കെ ഈ ഒരു ഓർമ്മ എന്നിലേക്ക് കടന്നു വന്നാൽ എനിക്കത് വലിയൊരു പ്രയാസമായിട്ട് തോന്നുമായിരുന്നു. ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ദിവസങ്ങളായി അത് മാറി. അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിൽ പിന്നെ ഈ കഫ വർദ്ധിക്കാതിരിക്കാനും കഫജന്യമായ രോഗങ്ങൾ കുറയ്ക്കാനും നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും എന്നെ അങ്ങനെ അസ്വസ്ഥരാക്കാറുണ്ട്. അതനുസരിച്ച് ചില ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം, ചിലയിടത്തു നിന്ന് വായിച്ച് കിട്ടുന്ന അറിവ് പ്രകാരമൊക്കെ ഞാൻ അമിതമായ ഉപ്പ്, എരിവ്, പുളി അങ്ങനെയുള്ളതൊക്കെ ബോധപൂർവം ഇങ്ങനെ രോഗത്തിലേക്ക് പോകാണ്ടിരിക്കാൻ നല്ലതാണ് എന്നുള്ളൊരിതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ചെയ്തു വരികയായിരുന്നു. അങ്ങനെ എൻ്റെ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിലെ വെക്കേഷൻ്റെ സമയത്ത് എനിക്ക് ശ്രീരാമകൃഷ്ണ ആശ്രമ മിഷനിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെ ആശ്രമത്തിൽ വെച്ചിട്ട് എനിക്ക് ലൈബ്രറിയിൽ നിന്ന് ഒരു വർമാജിയുടെ ഒരു പുസ്തകം ലഭിക്കുകയാണ്. പ്രകൃതി ചികിത്സാ ആചാര്യൻ വർമാജിയുടെ പഞ്ചഭൂതോപാസനയും സാധാരണ രോഗങ്ങളും എന്ന പുസ്തകം എനിക്ക് കിട്ടി. അപ്പോൾ ആ പുസ്തകം വായിച്ചതോടുകൂടി എനിക്കുണ്ടായ ഒരു ഇൻസ്പിറേഷൻ, അയ്യോ അതെനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ തന്നെ ഭയങ്കര. കാരണം അതിൽ പറയുകയാണ്, ഞാൻ എന്ത് തേടിയോ, ഞാൻ എന്ത് അന്വേഷിച്ചോ അതാണ് ആ പുസ്തകത്തിലുള്ളത് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടാണ്. അദ്ദേഹം പറയുകയാണ്, നല്ല ആരോഗ്യത്തിന് മരുന്നുകൾ വേണ്ട, നല്ല ആരോഗ്യത്തിന് കുറേ പണം ചെലവഴിക്കേണ്ട, നല്ല ആരോഗ്യത്തിന് ഒരുപാട് ആൾക്കാരുടെ സഹായം വേണ്ട, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം വേണ്ട, നല്ല ആരോഗ്യത്തിന് ഒന്നേ വേണ്ടൂ, അത് നിങ്ങളെ നാക്കിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് മാത്രമേ വേണ്ടൂ. നിങ്ങളുടെ ഭക്ഷണശീലങ്ങളും ജീവിതശൈലികളിലും മാറ്റം വരുത്തിയാൽ നമുക്ക് രോഗം വരാതെ ജീവിക്കാമെന്നും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണ് ശരിക്കും നമുക്ക് വേണ്ടതെന്ന് എന്നുള്ളതൊക്കെ ആ പുസ്തകത്തിൽ കേട്ടപ്പോൾ എനിക്ക് അതിയായ ഒരു സന്തോഷം ഉണ്ടാവുകയും ആ പുസ്തകം ഞാൻ പലതവണ ആവർത്തിച്ചിട്ട് വായിക്കുകയും, എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയധികം അട്രാക്റ്റ് ചെയ്ത് വേറൊരു പുസ്തകം ഇല്ല എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് വായിക്കുകയും, അദ്ദേഹത്തിന് 11ഓളം പുസ്തകങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായി.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കണ്ടൊരു ഫോൺ നമ്പർ വിളിച്ചപ്പോൾ കോഴിക്കോട് ഈ പുസ്തകം കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷേ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് വാങ്ങിക്കാനുള്ള പണം അന്നത്തെ കാലത്ത് അത് പ്രയാസമായിരുന്നു ശരിക്ക്. പക്ഷെ അത് എങ്ങനെയെങ്കിലും വാങ്ങണം, ബാക്കി പുസ്തകങ്ങളും കൂടി വർമാജിയുടെ ബാക്കി പുസ്തകങ്ങൾ കൂടി വാങ്ങി അതെല്ലാം വായിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സൊന്നും പോയില്ല. അങ്ങനെ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുക, എങ്ങനെ ആ പുസ്തകം വാങ്ങും എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എന്നേക്കാൾ മുതിർന്ന കുറച്ച് ചേട്ടന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു വീടിൻ്റെ പണിക്ക് ആവശ്യമായ കല്ലുകൾ ഇങ്ങനെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ കല്ലുകളൊക്കെ തലയിൽ ചുമന്നിട്ട് അങ്ങോട്ടേക്ക് ആ വീട്ടിൻ്റെ പറമ്പിലേക്ക് എടുത്തിടുകയാണ്. ഓരോ കല്ലെടുത്ത് ഞാൻ കുറച്ച് നേരം അവരെ നോക്കി നിന്ന്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഈ കല്ലിങ്ങനെ എടുത്ത് അവിടെ ഇട്ടാൽ എത്രയാണ്? എനിക്കറിയുന്ന ചേട്ടന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിക്കും, ഈ കല്ലെടുത്തിട്ടാൽ എത്ര കാശ് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കല്ലെടുത്തിട്ടാൽ 50 പൈസ കിട്ടുമെന്ന്. അന്നത്തെ കാലത്താണ് കേട്ടോ, അന്നത്തെ കാലത്ത് ഒരു കല്ലെടുത്തിട്ടാൽ 50 പൈസ കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ച് എടുത്ത് വിട്ടാലോ വന്നു. അപ്പോൾ അന്നൊരു ശനി ഞായർ ദിവസമായിരുന്നു ശരിക്ക്. അപ്പോൾ ഞാൻ വേഗം ആശ്രമത്തിലെത്തിയിട്ട് പറഞ്ഞു, എനിക്കൊന്ന് വീട് പോകണം, ഒരു അത്യാവശ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞു പെർമിഷൻ വാങ്ങിച്ചു. പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോവാതെ ഇവരെ കൂട്ടത്തിൽ കല്ലെടുക്കാൻ നിന്നു. അങ്ങനെ ആ ഓരോ കല്ലെടുത്ത് ഞാൻ ആ പറമ്പിലേക്ക് ഇട്ടു. അങ്ങനെ അതിനിടയിലാണ് ആശ്രമത്തിലെ സ്വാമിജി അതുവഴി വരുന്നത്, എന്നെ കാണുന്നതും. അപ്പോൾ ഞാൻ കള്ളം പറഞ്ഞ് ശരിക്കും വന്നതുകൊണ്ട് ഞാൻ അവിടെ വിളിച്ചിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊരു അനുഭവം പറയുകയാണ്, പക്ഷേ അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഞാൻ ഈ ഇതിലേക്ക് വരുന്നതിൻ്റെ ഒരു ചുവടുവെപ്പാണ്, അതൊന്നും എനിക്കറിയാവുന്നതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ സ്വാമിജിയെ കണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ സ്വാമിജി അവിടെയുള്ള എൻ്റെ ഒരു മൂത്തരേട്ടനുണ്ട്, ഏട്ടനോട് ചോദിച്ചു, വിനു ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലാലോ എന്ന്. അപ്പോൾ സ്വാമിജി അവനോട് പറയാം, ആ പുളിമരത്തിൻ്റെ ബാക്കിൽ അത് ഒരാളിരിക്കുന്നു, അവനെയും കൂട്ടി വന്ന്. അപ്പോൾ ഞാൻ കൃത്യമായി ഒളിച്ചിരിക്കുന്ന സ്ഥലം ആ സ്വാമിജി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു. എന്നോട് ചോദിക്കുക, നീ എവിടെയാണ് പോകാമെന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ഇതാണോ നിൻ്റെ വീട് എന്നൊക്കെ ചോദിച്ച് എന്നെ ചീത്ത പറഞ്ഞു. എന്നെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തെല്ലാം പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്ന് വയക്കെല്ലാം കിട്ടി. പക്ഷേ പിന്നെ സ്വാമിജി എന്നെ തിരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കല്ലെടുക്കാൻ പോയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വർമാജിയുടെ പുസ്തകങ്ങൾ വാങ്ങാനാണ്. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചാൽ സ്വാമിജി ഒന്നും പറഞ്ഞില്ല. എനിക്ക് കൂടുതൽ കല്ലെടുക്കാനും സാധിച്ചില്ല. പക്ഷേ വളരെ കുറച്ച് എടുക്കുമ്പോഴേക്ക് സ്വാമിജി കണ്ടുപോയി. കാരണം പുസ്തകം വാങ്ങിക്കാനാണ് ഞാൻ പറഞ്ഞു. പക്ഷേ എന്നെ ഏറ്റവും സന്തോഷമാക്കിയ നിമിഷം, അടുത്ത ദിവസം ഈവനിങ്ങിൽ ഈ പുസ്തകങ്ങളെല്ലാം സ്വാമിജി എനിക്ക് വാങ്ങി തന്നു. അതൊരു വലിയൊരു ഗ്രേസായിട്ട് ഞാൻ കാണുകയാണ്. എനിക്കത് പറയുമ്പോൾ വളരെ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുകയാണ്. കാരണം ആ പുസ്തക വായനയിലൂടെയാണ് ഞാൻ ഇന്ന് ഈ പ്രതീക്ഷ മേഖലയിൽ ജീവിക്കുന്നത്. മാത്രമല്ല, ആ പുസ്തകത്തിൻ്റെ പൂർണ്ണ വായനയ്ക്ക് ശേഷം ഇന്ന് വരെ ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഈവൻ അലോപ്പതി മരുന്ന് മാത്രമല്ല, ഹോമിയോ, ആയുർവേദം അങ്ങനെയുള്ള ഒരു മരുന്നുകളും കഴിക്കാറില്ല. എനിക്ക് ഇത്രയും കാലം അതിനുശേഷം ഈ വർഷം ഈ നിമിഷം വരെ ഒന്നും മരുന്നും കഴിക്കാതെ ജീവിക്കാൻ പറ്റിയ എനിക്കത് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും പറ്റുമല്ലോ, ഇത് ഞാൻ പ്രചരിപ്പിക്കണമെന്നുള്ളതിൽ ഞാനൊരു 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ മറ്റുള്ളവർക്കും ഇത് കുറേ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിലുള്ളവർക്കും അങ്ങനെയൊക്കെ വലിയ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കൂടുതൽ അത്ഭുതം ഈ ഒരു വിഷയത്തിൽ വന്നു. ആ സമയത്ത് തന്നെ യോഗയും കൂടെ പഠിക്കാൻ അവസരം കിട്ടി. അതുകൂടെ ആയപ്പോൾ കുറച്ചും കൂടെ എനിക്ക് നല്ല ഒരു മാനസികമായുള്ള കരുത്തെല്ലാം കിട്ടാൻ തുടങ്ങി. അപ്പോൾ തുടർന്ന് ഈ ഒരു ഫീൽഡ് തന്നെ ഞാൻ തിരഞ്ഞെടുക്കണമെന്ന് വിചാരിക്കുകയും മറ്റുള്ളവർക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യുകയും ഉപകാരപ്രദമാവതിൽ പറഞ്ഞു കൊടുക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ശരിക്കും പൂർണ്ണമായിട്ടും ക്രമേണ ഈ ഫീൽഡ് തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നതും ഇതെൻ്റെ ഒരു പാഷനായി മാറാനും സാധിച്ചത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
കഴിഞ്ഞ് അലോപ്പതി വൈദ്യശാസ്ത്രം ഇനി ജീവിക്കില്ല എന്നും പറഞ്ഞ് എഴുതി തള്ളിയ നിരവധി പേരെ പ്രകൃതിയിലെ മാർഗത്തിലൂടെ സ്വയം കേടുപാടുകൾ തീർക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ മനുഷ്യ ശരീരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വഴിയിലൂടെ നിരവധി പേരെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് എന്ന് പറയുന്നില്ല, ഓരോ ആൾക്കാരുടെ ശരീരത്തിലെ പ്രാണൻ്റെ കഴിവാണ്. ആ കഴിവിന് ഞാനൊരു നിമിത്തമായി എന്ന് മാത്രം നിരവധി ആൾക്കാരെ രക്ഷിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ദമ്പതിമാർക്ക് ആ കുഞ്ഞുങ്ങളുണ്ടായ സന്തോഷം പകരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തുടക്കം, ഒരു ടേണിംഗ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കുക. ആ പുസ്തകത്തിലൂടെയാണ് ഞാൻ ഇതിലേക്ക് വളരെ സജീവമായി വരുന്നതും പിന്നെ ഇതിൻ്റെ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ പിന്നീട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ പുസ്തകം എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റാൻ, കുറച്ച് യോഗയും കുറച്ച് പ്രകൃതി ജീവനും ഒക്കെ അനുഷ്ഠിക്കാൻ തയ്യാറാണെങ്കിൽ നിരവധി രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്